നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, ജോസ് കെ മാണി കൂടിയാണ്. ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെക്കുറിച്ച് തന്നെ ആവട്ടെ ഈ വീഡിയോ. ജോസ് കെ മാണി ഇടതുമുന്നണി വിട്ട് UDFിലേക്ക് ചേക്കേറും എന്നാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങൾ വാർത്തയായും ചാനൽ സംപ്രേഷണമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജോസ് കെ മാണി അത് നിഷേധിക്കുന്നു. ജോസ് കെ മാണി പറയുന്നു, അങ്ങനെ ഒരു ചിന്തയേയില്ല. പിന്നെ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി? സത്യത്തിൽ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെല്ലാം ശരിയാണ്. ഇങ്ങനെ ജോസ് കെ മാണി കൂടുമാറാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ പിണറായി വിജയൻ എന്ന തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ കൃത്യമായി ചെക്ക് പറഞ്ഞു. അതുകൊണ്ട് തടസ്സപ്പെട്ട് നിൽക്കുകയാണ് ജോസ് കെ മാണിയുടെ നീക്കം. ജോസ് കെ മാണിയെ UDFിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹവും വാശിയും കേരളത്തിലെ സീറോ മലബാർ സഭയ്ക്കാണ്. സീറോ മലബാർ സഭ ഭയപ്പെടുന്നത് ജോസ് കെ മാണി ഇല്ലാത്ത കേരള കോൺഗ്രസ് ഒരു മന്ത്രി കൊണ്ട് അടുത്ത 5 വർഷം നാട് ഭരിക്കുമ്പോൾ ക്രൈസ്തവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല, മുസ്ലിം ലീഗും മുസ്ലിം സമുദായവുമായിരിക്കും ഭരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് അവരാണ് കോൺഗ്രസ് നേതാക്കളോട് ജോസ് കെ മാണിയെ കൊണ്ടുവരാൻ പറഞ്ഞത്. ജോസ് കെ മാണിയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്കും കാര്യമായ താല്പര്യമുണ്ടായിരുന്നില്ല. ജോസ് കെ മാണി ഇല്ലാതെ തന്നെ 85 സീറ്റെങ്കിലും കിട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇന്ന്. ആ പശ്ചാത്തലത്തിൽ ജോസ് കെ മാണിയെ കൊണ്ടുവന്നാൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾ അതൃപ്തരാകും. അവർ ജോസ് കെ മാണി ഇറക്കി വിട്ടതുപോലും അവർക്ക് സീറ്റ് കിട്ടാനാണ്. എന്നാൽ കഴിഞ്ഞ തവണ ഇറക്കി വിട്ടപ്പോഴുണ്ടായ ആശയക്കുഴപ്പം വഷളാവാതിരിക്കാൻ ജോസഫിന് ജോസ് കെ മാണിയുടെ സീറ്റുകൾ കൊടുക്കേണ്ടി വന്നു. ഇക്കുറി അത്തരമൊരു സാഹചര്യമില്ല. ജോസഫിന് പോകാൻ വേറെ ഇടമൊന്നുമില്ല. ജോസഫിൻ്റെ 2-3 സീറ്റ് പിടിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനമോഹികളായ നേതാക്കൾക്കൊക്കെ ഏറ്റുമാനൂരും പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയിലും ഒക്കെ മത്സരിക്കാൻ സാഹചര്യം തെളിഞ്ഞു വന്നപ്പോഴാണ് ജോസ് കെ മാണിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ UDF നേതൃത്വം താല്പര്യം കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് നടക്കാതെ പോകണമേ എന്ന് ആഗ്രഹിക്കുകയാണ് കോട്ടയത്തെ കോൺഗ്രസ്സുകാർ. കോട്ടയത്തെ കോൺഗ്രസ്സുകാർ എന്നല്ല, കോൺഗ്രസ് പാർട്ടിക്ക് മൊത്തം താല്പര്യം വരാതിരിക്കുന്നതാണ്. സഭയുടെ സമ്മർദ്ദവും ലീഗിൻ്റെ ആഗ്രഹവുമാണ് ജോസ് കെ മാണിയെ കൊണ്ടുവരാൻ ചരട് വലിക്കാൻ കാരണമായത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി ഇല്ലാത്ത ഒരു മന്ത്രിസഭ, അത് ലീഗ് ഒരുപാട് തവണ മുൻമുനയിൽ നിൽക്കേണ്ടി വരും. ക്രൈസ്തവർക്കിടയിൽ ആശങ്ക പടരും. ക്രൈസ്തവർ ഒരുപക്ഷെ BJPയിലേക്ക് പോകുന്നതിന് കാരണമാകും. KM ഷാജിയെ പോലുള്ളവർ മതമാണ് വലുത് എന്ന് പറയുകയും കഴിഞ്ഞ 10 വർഷം നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്രൈസ്തവർ BJP പാളയത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ജോസ് കെ മാണിയിലൂടെ സഭയെ ചേർത്ത് പിടിക്കണമെന്ന വാശിയുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ജോസ് കെ മാണിക്കും ആഗ്രഹമായി. ഇപ്പോൾ ഭരണമുന്നണിയുടെ ഭാഗമാണെങ്കിലും തോറ്റുപോയതുകൊണ്ട് ജോസ് കെ മാണിക്ക് മന്ത്രിയാവാൻ കഴിഞ്ഞില്ല. എന്നാൽ UDFിലേക്ക് വരുമ്പോൾ സ്ഥിതി മാറുമെന്നും അതുകൊണ്ട് ജോസ് കെ മാണിക്ക് ജയിച്ച് മന്ത്രിയാകാമെന്നും അദ്ദേഹം കരുതിയാൽ കുറ്റം പറയാൻ പറ്റുമോ? എന്നാൽ ആ നീക്കം പിണറായി വിജയൻ വെട്ടിയിരിക്കുകയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ജോസ് കെ മാണിയുടെ പേര് സോളാർ കേസിൽ നിന്നും നേരത്തെ ഒഴിവാക്കിയിരുന്നു. ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജോസ് കെ മാണിയെ വിളിച്ച് മന്ത്രി VN വാസവൻ സംസാരിച്ചു എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ. മാത്രമല്ല, മന്ത്രി റോഷിയെയും റാന്നി MLA പ്രമോദ് നാരായണനെയും ഗവൺമെൻറ് ചീഫ് വിപ്പായ ജയരാജിനെയും പിണറായി നേരിട്ട് വിളിച്ച് മുന്നറിയിപ്പ് കൊടുത്തെന്നും അവർ 3 പേരും പിന്നോട്ട് വലിഞ്ഞെന്നുമാണ് റിപ്പോർട്ടുകൾ. ജോസ് കെ മാണിക്കൊപ്പം UDFിലേക്ക് പോകാം എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് നിൽക്കുന്നത് 2 പേർ മാത്രം. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളും. ജോസ് കെ മാണി 2 മനസ്സിലാണ്. ഒന്ന്, UDF നേതാക്കൾ മാടി വിളിക്കുന്നു, ഒപ്പം തന്നെ സഭ സമ്മർദ്ദം ചെലുത്തുന്നു. റോഷിയും പ്രമോദ് നാരായണനും ഇല്ലെങ്കിൽ പോലും 9 സീറ്റ് തരാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങോട്ട് പോയാൽ കുറഞ്ഞത് 5 സീറ്റിൽ ജയിക്കാമെന്നും മന്ത്രിയാകാമെന്നും ജോസ് കെ മാണി കണക്ക് കൂട്ടുന്നു. ഇപ്പോൾ ഇടതുവിരുദ്ധ തരംഗമാണെന്നും അതുകൊണ്ട് ആ സാഹചര്യത്തിൽ UDFിനൊപ്പം പോകുന്നതാണ് ഉചിതമെന്നും ജോസ് കെ മാണിക്ക് ചിന്തയുണ്ട്. എന്നാൽ അതേസമയം തന്നെ താനൊരു അവസരവാദിയായ രാഷ്ട്രീയക്കാരനായി ചിത്രീകരിക്കപ്പെടില്ലേ എന്ന ആശങ്ക ജോസ് കെ മാണിയെ അലട്ടുന്നുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് UDFിൽ നിന്നും LDFിലേക്ക് വന്ന് അധികാരം പങ്കിട്ടു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് LDFിൽ നിന്നും UDFിലേക്ക് പോയി അധികാരം പങ്കിടുന്നു. ജോസ് കെ മാണിയെ വിമർശിക്കുന്ന വലിയൊരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ പണ്ടേയുണ്ട്. ഇടതുമുന്നണിയുടെ ഭാഗമായതുകൊണ്ട് അല്പം കുറഞ്ഞിരുന്നു. ഇടതുമുന്നണി വിട്ടുപോയാൽ അവരെല്ലാം വീണ്ടും വെട്ടുക്കിളികളെ പോലെ രംഗത്തിറങ്ങും.
അങ്ങനെ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റി തകർത്ത് കളയും എന്ന ആശങ്ക ജോസ് കെ മാണിക്കുണ്ട്. മാത്രമല്ല ആവശ്യപ്പെട്ടതെല്ലാം അവർ ചെയ്തു തന്നിട്ടുണ്ട്. പിതാവിൻ്റെ പേരിൽ തലസ്ഥാനത്തെ സ്മാരകമടക്കമുള്ളവ. പിന്നെ എന്ത് പറഞ്ഞ് അങ്ങോട്ട് പോകും എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ചോദിക്കുമ്പോൾ ഉത്തരവുമില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ കൃത്യമായി ചോദിക്കുന്നുണ്ട്, എന്ത് കാരണം പറഞ്ഞ് നമ്മൾ ഇടതുമുന്നണി വിടും? എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അതുകൊണ്ട് താനില്ല, തോറ്റാലും വേണ്ടില്ല, താൻ തൻ്റെ നിലപാടിൽ മായം ചേർക്കില്ല എന്ന വാശിയിലാണ് റോഷി അഗസ്റ്റിൻ. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യമെങ്കിലും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അനുകൂല സാഹചര്യം ഉണ്ടായാൽ മുന്നണി വിടാം എന്ന് തന്നെയാണ് ജോസ് കെ മാണിയുടെ ചിന്ത. ആരൊക്കെ വന്നില്ലെങ്കിലും സീറ്റ് തരാമെന്ന് UDF പറയുമ്പോൾ, സീറ്റ് കൊടുക്കണമെന്ന് സഭ നിർദ്ദേശിക്കുമ്പോൾ പിന്നെ എന്തിനു ഭയക്കണം എന്നാണ് ചോദ്യം. എന്നാൽ അപ്പോഴും ഒരു സംശയം ബാക്കി കിടക്കുന്നു. ജോസ് കെ മാണിയെയും കൂട്ടരെയും UDF ക്ഷണിച്ചു കൊണ്ടുപോയാലും കോട്ടയത്തെ കോൺഗ്രസ്സുകാർ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിനും വോട്ട് ചെയ്യുമോ എന്ന ചോദ്യം. ഇല്ല എന്നാണ് കോട്ടയത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത്. ജോസ് കെ മാണിയെ ചവിട്ടി പുറത്താക്കിയത് തങ്ങൾക്ക് അവസരം കിട്ടാനാണെന്നും കോട്ടയത്ത് കേരള കോൺഗ്രസ് അല്ല, കോൺഗ്രസ് ആണ് വലിയ പാർട്ടി എന്ന് തെളിയിച്ചു കൊടുക്കാൻ ഇതാണ് സുവർണാവസരമെന്നും ആ അവസരം കലക്കാനെത്തിയാൽ ജോസ് കെ മാണിയെയും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നു. എന്ന് വെച്ചാൽ ജോസ് കെ മാണി UDFിലേക്ക് പോയി പാലായിൽ മത്സരിച്ചാൽ ഇക്കുറി തോൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്നർത്ഥം. UDFിലേക്ക് ജോസ് കെ മാണി പോയാൽ പാലായിലെ UDF MLA ആയ മാണി സി കാപ്പൻ LDFിലേക്ക് പോകും. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പൻ മത്സരിക്കും. മാണി സി കാപ്പൻ വിട്ടുപോയതിലും ജോസ് കെ മാണിയെ സ്വീകരിച്ചതിലും അതൃപ്തിയുള്ള ഇടത് പ്രവർത്തകർ ഏറെയുണ്ട് പാലായിൽ. അവർ ആവേശത്തോടുകൂടി മാണി സി കാപ്പന് വേണ്ടി നിലപാടെടുക്കും. അതിനൊപ്പം തന്നെ കോൺഗ്രസ്സുകാർ കാലുവാരുകയും ചെയ്യുന്നതോടെ ജോസ് കെ മാണിയെ കാത്തിരിക്കുന്നത് തോൽവിയായിരിക്കും എന്നാണ് ചില റിപ്പോർട്ടുകൾ. ഇടതുമുന്നണി വിട്ട് UDFിലേക്ക് പോവുകയും UDF അധികാരത്തിലെത്തുകയും ഒക്കെ ചെയ്താലും ജോസ് കെ മാണി വീണ്ടും തോറ്റാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകുമെന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ട്. ജോസ് കെ മാണി LDFിലുണ്ടായിരുന്നപ്പോൾ LDF അധികാരത്തിൽ വന്നു, പക്ഷേ ജോസ് കെ മാണി തോറ്റു, മന്ത്രിയാവാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ജോസ് കെ മാണി UDFിലേക്ക് പോയി, UDF ജയിക്കുന്നു, സർക്കാർ ഉണ്ടാക്കുന്നു, പക്ഷേ ജോസ് കെ മാണി തോൽക്കുന്നു. അത്തരമൊരു സാഹചര്യം രാഷ്ട്രീയമായി വലിയ പാപ്പരത്തമായി മാറുമെന്നും അത്തരമൊരു റിസ്ക് എടുക്കരുത് എന്നും ഉപദേശിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ജോസ് കെ മാണിക്ക് ഇടതുമുന്നണി അവരുടെ കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് കൊടുത്ത് നിലനിർത്തിയ പശ്ചാത്തലത്തിൽ ഇത്തരം വഞ്ചന ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നവർ ഏറെയാണ്. ഇത്തരം എല്ലാ സാഹചര്യങ്ങളും ജോസ് കെ മാണിയെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. ഇടതുമുന്നണി വിട്ട് UDFിലേക്ക് പോകണമെന്നുണ്ട്, അവിടെ ചെന്നാൽ പണി കിട്ടുമോ എന്ന് സംശയമുണ്ട്. അതേസമയം ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇല്ലത്തു നിന്നിറങ്ങി അമ്മ തൊട്ട് ചെന്നുമില്ല എന്ന പഴഞ്ചൊല്ല് പോലെയാണ്. ജോസ് കെ മാണിയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ജോസ് കെ മാണി ഇടതുമുന്നണി വിട്ട് UDFിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്നും CPMനെ അതൃപ്തരാക്കിയിട്ടുണ്ട്. മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. LDFിനെ ചതിച്ച് UDFിലേക്ക് പോവാൻ ശ്രമിച്ച് അത് നടക്കാതെ വരുമ്പോൾ ഇവിടെ തുടർന്നാലും LDFുമായുള്ള ബന്ധം അത്രമാത്രം ഊഷ്മളമാവുമോ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജോസ് കെ മാണി LDFിൻ്റെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട് UDFിലേക്ക് പോകാൻ ശ്രമിച്ചതിൽ ഇടതുമുന്നണിക്ക് അതൃപ്തിയുണ്ട്. UDFിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിനാൽ അവിടെയും പ്രവേശനമില്ലാത്ത സാഹചര്യം. എന്ന് വെച്ചാൽ ജോസ് കെ മാണിയുടെ നീക്കം രണ്ടിടത്തും അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്നു. ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജോസ് കെ മാണി അബദ്ധം കാണിച്ചു എന്ന് പറയുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. ഇടതുമുന്നണിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. UDFിലേക്ക് ചെന്നാൽ കൂടെയുള്ളവർ എല്ലാവരും എത്തുകയില്ല, അവിടെ ചെന്നാൽ UDFുകാരും കാലുവാരും എന്ന അവസ്ഥ. ജോസ് കെ മാണിയുടെ അവസാന സമയത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചടിയായിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.